അംഗനവാടി ജീവനക്കാരുടെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമാണെന്ന് സർക്കാർ. തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ പറഞ്ഞു. സമരക്കാരെ പുച്ഛിച്ച് ആട്ടിപ്പായിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ പൊട്ടിത്തെറിച്ചു. യൂണിയൻ ഗവൺമെന്റ് 2700 രൂപ നൽകി വരുമ്പോൾ നമ്മൾ 12,500 13,000 രൂപയും യൂണിയൻ ഗവൺമെന്റ് ഹെൽപ്പർമാർക്ക് 1,350 രൂപ മാത്രം നൽകി വരുമ്പോൾ നമ്മൾ 8,500 9,000 രൂപയും ഇപ്പോൾ ഓണറേറിയമായി നൽകി വരുന്നുണ്ട്. 2024 നവംബർ വരെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. 4 മാസം കുടിശ്ശികയാണുള്ളത്. ആ കുടിശ്ശിക നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. അതുകൊണ്ട് പുതുതായി ആ പ്രശ്നങ്ങളൊന്നും ഉയർന്നു വരുന്നില്ല. ആ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന് 6 മാസത്തിലൊരിക്കൽ യോഗം ചേരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനങ്ങളുടെ ഭാഗമായി വന്നതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യം നിലവിൽ. അംഗൻവാടി വർക്കർമാർക്ക് നൽകുന്ന ഓണറേറിയം 10,000 രൂപയായും ഹെൽപ്പർമാർക്ക് ഓണറേറിയം 7,000 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതാണ് UDF ഗവൺമെന്റിന്റെ കാലത്ത് 5 കൊല്ലം കൊണ്ട് ചെയ്തത്. സ്വന്തമായി കെട്ടിടമില്ലാത്ത വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ വാടക ഇവർ കൊടുക്കണം. ഇവർ രണ്ടുപേരും കൂടി കൊടുക്കണം. ഹെൽപ്പറും വർക്കറും കൂടി കൊടുക്കണം. വാടക കൊടുക്കണം, അഡ്വാൻസ് പിന്നെ കൊടുക്കും. സാർ കറണ്ട് ബില്ല് അവർ കൊടുക്കണം. കറണ്ട് ബില്ല് സാർ, ഈ അംഗൻവാടിയിലെ വെള്ളക്കരം ഈ കിട്ടുന്ന പൈസയിൽ നിന്ന് ഇവരടയ്ക്കണം. റിനു ശ്രീധരുണ്ട്, ഒപ്പം തന്നെ ഋഷിപാലും. റിനു, ഇപ്പോൾ ഈ അങ്കണവാടി സമരവും ആവശ്യമില്ലാത്ത സമരം എന്നാണല്ലോ മന്ത്രി പി രാജീവ് പറയുന്നത്. എങ്ങനെയാണ് അദ്ദേഹം സഭയിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നത്? എന്തിനാണ് പ്രതിപക്ഷ നേതാവ് രോഷാകുലനായി പ്രതികരിച്ചത്? സ്മൃതി, ആശാവർക്കർമാരുടെ സമരം പോലെ തന്നെ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അംഗൻവാടി ജീവനക്കാരും സമരം നടത്തുന്നുണ്ട്. ഈ സമരം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷത്ത് നിന്ന് നജീബ് കാന്തപുരം MLA ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പക്ഷേ ഒരു തരത്തിലും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമരമാണ്, ഒരു മുതലെടുപ്പാണ് ഈ അംഗൻവാടി സമരം എന്നുള്ളതാണ്. വിവിധ സംഘടനകളുമായി നിരവധി തവണ സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്തതുമാണ്. പക്ഷേ അത്തരത്തിൽ ഒരു സംഘടന മാത്രമാണ് ഇപ്പോൾ നിലവിൽ സമരവുമായി മുന്നോട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്ര പദ്ധതിയുടെ പ്രകാരമാണ് സംസ്ഥാനത്ത് അംഗൻവാടി ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. അവരുടെ ജോലി ഭാരമുണ്ട് എന്ന് പറയുന്നത് അനാവശ്യമാണ് എന്നുള്ളതാണ്. കേന്ദ്ര സാഹചര്യം അല്ലെങ്കിൽ കേന്ദ്രങ്ങൾ നൽകുന്ന പദ്ധതിയും സംസ്ഥാനങ്ങൾ നൽകുന്ന പദ്ധതിയും ഇവർ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ജോലി ഭാരം എന്ന് പറയാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. കേന്ദ്രമാണ് ഇവർക്ക് വിഹിതം നൽകേണ്ടുന്നത്. ഏകദേശം 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുമാണ് നൽകേണ്ടത്. കേന്ദ്രമാണ് ഇവരുടെ വിഹിതം വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇതിൽ വലിയ രീതിയിലുള്ള ഭരണപക്ഷ വാഗ്വാദത്തിന് സാഹചര്യം ഒരുക്കി എന്നുള്ളതാണ്. ഇവരുടെ സമരത്തെ അപഹസിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് പി രാജീവ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു. ഇപ്പം ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് UDF സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകേണ്ടുന്ന സാഹചര്യത്തിൽ ആ വർധനവ് നടപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അത്തരത്തിലുള്ളൊരു ഹോണറേറിയം വർധനവ് നടപ്പിലാക്കേണ്ടത് സംസ്ഥാന സർക്കാർ. അത് നടപ്പിലാക്കി മുന്നോട്ട് പോകണമെന്നും പി രാജീവ് പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ആണ് ഈ അംഗൻവാടികളുടെ വാടക, അതുപോലെ തന്നെ മുട്ട, അതുപോലെ തന്നെ പച്ചക്കറി ഉൾപ്പെടെ വാങ്ങുന്നത്, കറണ്ട് ബില്ലും വാട്ടർ ബില്ലും അടയ്ക്കുന്നതെല്ലാം. അതുകൊണ്ട് തന്നെ 1 രൂപ പോലും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം സഭയിൽ ഉന്നയിച്ചത്. എന്തായാലും ഈ നജീബ് കാന്തപുരത്തിൻ്റെ ചില പരാമർശങ്ങൾക്കെതിരെയും ഈ ഭരണപക്ഷം വലിയ രീതിയിൽ വാഗ്വാദത്തിന് ഇടയാക്കി. തുടർന്ന് ഭരണപക്ഷം ബഹളം ഉണ്ടാവുകയും പ്രതിപക്ഷം ഇതിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് നടത്തുകയും ചെയ്തു. സ്മൃതി, ശരി, അംഗനവാടി സമരക്കാരുടെ അനിശ്ചിതകാല രാപകൽ സമരവും അവിടെ പുരോഗമിക്കുകയാണ്. സമരപ്പന്തലിൽ നിന്ന്